everyone, welcome to Xylem Learning. എല്ലാവരും അടിപൊളിയായിരിക്കുന്നല്ലോ അല്ലേ? സോ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. മിസ്സിന്റെ പേര് അമൃത എന്നാണ്, നിങ്ങളുടെ മാത്സിന്റെ മിസ്സാണ്. ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ്. ആൻഡ് ദ നെയിം ഓഫ് ദ ടോപ്പിക് ഈസ് മാജിക് സ്ക്വയർസ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമാണല്ലോ മാജിക് അല്ലേ? നമുക്കൊക്കെ ഇഷ്ടമാണ്. മാജിക്കിന്റെ ബാക്കിലെ ട്രിക്ക് എന്താണെന്ന് അറിയാൻ നമുക്കൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് അല്ലെ? കാരണം നമ്മൾ ഒരു മാജിഷ്യൻ ആണ്, സ്റ്റേജിൽ നിന്ന് മാജിക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ വിചാരിക്കും എങ്ങനെയാണ് അവർക്ക് ഇത് സാധിക്കുന്നത്, ശരിക്കും സത്യം തന്നെയാണോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. ശരിക്കും ഇതിന്റെ ഉള്ളിലൊക്കെ എന്തുണ്ട്, ഒരു ട്രിക്സ് ഉണ്ട്, ചെറിയ ചെറിയ ട്രിക്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ മാജിക് ഒക്കെ ഇത്ര ബ്യൂട്ടിഫുൾ ആയത്. അതേപോലെ മാത്സിന്റെ കേസിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു സെറ്റ് ഓഫ് മാജിക്സ് ഉണ്ട്. അതായതാണ് മാജിക് സ്ക്വയേഴ്സ്, മാജിക് ട്രയാങ്കിൾസ്, മാജിക് ഹെക്സഗൺ എന്ന് പറഞ്ഞ ഒരുപാട് മാജിക് നമ്മുടെ മാത്സിലും ഉണ്ട്. അതിലൊരു ടോപ്പിക്കായ മാജിക് സ്ക്വയേഴ്സിനെ പറ്റിയാണ് മിസ് എന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയ ഏതെങ്കിലും ടോപ്പിക് അറിയാമെങ്കിൽ അതെന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിലോ കണ്ടന്റിൽ എന്തെങ്കിലും ഇഷ്യൂ മീൻസ് മനസ്സിലാവാത്ത പ്രശ്നം ഉണ്ടെങ്കിലോ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് അതിനൊക്കെ ഹെൽപ്പ് ഇവിടുന്ന് ഉണ്ടാവുന്നതാണ്. ഓക്കെ, so students, welcome to yet another wonderful session of Xylem Learning. അപ്പൊ എന്ത് ചെയ്യാം, എല്ലാവരും ബുക്കും പേപ്പറും ഒക്കെ എടുത്ത് റെഡി ആയിരിക്കാം. നമ്മൾ ഇന്ന് മാജിക് സ്ക്വയറിന്റെ ബാക്കിലുള്ള ട്രിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മാജിക് സ്ക്വയർ എന്താണെന്ന് അറിയാലോ. ഓക്കെ, മാജിക് സ്ക്വയർ എന്താണ്? ആക്ച്വലി മാജിക് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ തന്നെയാണ്. ഓക്കെ, ഒരു സ്ക്വയർ തന്നെയാണ്. അതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഒരുപാട് നമ്പേഴ്സ് ഉണ്ടാവും. ഈ നമ്പേഴ്സിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ സ്പെഷ്യാലിറ്റി എന്താന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ഒരു മാജിക് സ്ക്വയർ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ മാജിക് സ്ക്വയറിൽ 9 നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കോളം വൈസും റോ വൈസും ആയിട്ട് 9 നമ്പേഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, സം ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ നമുക്ക് സം ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സം ചെയ്യാൻ പോകുന്നത് 8 + 1 + 6 ആണ്. 8 + 1 + 6, സോ എത്ര കിട്ടും? 15 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ് ഇതിൽ എന്താ മാജിക് ഉള്ളത്? 3 നമ്പർ ആഡ് ചെയ്തു 15 കിട്ടി, എന്താണ് മാജിക്? ഇതിലൊരു മാജിക് പോകില്ല കേട്ടോ, 15 തന്നെ. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, അടുത്ത സെറ്റ് ഓഫ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പോവാ. ഞാനിപ്പോ ഇവിടെ ആഡ് ചെയ്യുന്ന റോ വൈസ് ആണ് കേട്ടോ. ഞാൻ അടുത്ത നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു. 3 + 5 + 7, 3 + 5 + 7. എനിക്ക് എന്ത് കിട്ടി? എഗെയിൻ എനിക്ക് കിട്ടി 15. സംതിങ് ഫിഷി അല്ലെ? എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട്. അടുത്ത ലൈൻ നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. 4 + 9 + 2, 4 + 9 + 2, and again we are getting 15. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്തോ സംഭവിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെ കൂട്ടി നോക്കിയിട്ടും റോ വൈസ് നമ്മൾ എങ്ങനെ കൂട്ടിയിട്ടും നമുക്ക് 15 തന്നെ വന്നു. സോ എന്തോ സംഭവിക്കുന്നുണ്ട് ബാക്കിൽ. നോക്കാം, ഞാൻ ഇനി കോളം വൈസ് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇങ്ങനെ കോളം വൈസ് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. So 8 + 3 + 4, I am getting 15. 1 + 5 + 9, again 15. 6 + 7 + 2, again 15. റോ വൈസ് നമ്മൾ ആഡ് ചെയ്തു 15 കിട്ടി. കോളം വൈസ് ആഡ് ചെയ്തപ്പോഴും 15 കിട്ടി അല്ലേ? 3 നമ്പർ ആഡ് ചെയ്യുമ്പോ ഇപ്പൊ നമ്മൾ പല രീതിയിൽ ആഡ് ചെയ്തപ്പോഴൊക്കെ നമുക്ക് 15 തന്നെ. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന ഡയഗണലിയും കൂടെ ആഡ് ചെയ്ത് നോക്കാലോ. 8 + 5 + 2, getting 15, correct? Then 4 + 5 + 6, again 15. ഡയഗണലി ആഡ് ചെയ്തപ്പോഴും 15. ഇതാണ് ഇതിന്റെ പിറകിലുള്ള മാജിക് എന്ന് പറയുന്നത്. ഇതാണ് ഇതിലെ മാജിക്. അതായത് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സ് നമ്മൾ എങ്ങനെയൊക്കെ റോ വൈസ്, കോളം വൈസ്, ഡയഗണൽ വൈസ് എങ്ങനെ ആഡ് ചെയ്താലും ഒരേ നമ്പർ വരുന്നു. ആ നമ്പറിനെ നമുക്ക് മാജിക് നമ്പർ എന്ന് വിളിക്കാം. ഓക്കെ, സോ ഇവിടുത്തെ മാജിക് നമ്പർ എന്ന് പറയുന്നത് 15 ആണ്. സോ ഈ 15 ആണ് നമ്മൾ എങ്ങനെയൊക്കെ ആഡ് ചെയ്താലും നമുക്ക് വരുന്നത്. കറക്റ്റ് അല്ലേ? ഇത് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, ഒരു മാജിക് സ്ക്വയർ തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ മാജിക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫില്ല് ചെയ്യണം. ഈ മാജിക് സ്ക്വയർ നമ്മൾ ഫില്ല് ചെയ്യണം യൂസിങ് ദ നമ്പേഴ്സ് ഫ്രം 46 to 54. അതായത് 46 മുതൽ 54 വരെയുള്ള നമ്പേഴ്സ് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഏതൊക്കെയായിരിക്കും ആ നമ്പേഴ്സ്? 46 വരാം, 47, 48, 49, 50, 51, 52, 53 and 54. ഇത്രയും നമ്പേഴ്സ് മാത്രമേ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഓൾറെഡി നമുക്കറിയാം 46 യൂസ് ചെയ്തിട്ടുണ്ട്, 49 യൂസ് ചെയ്തു, 52 യൂസ് ചെയ്തു ആൻഡ് 47. ഇത്രയും നമ്പർ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞതാണ്. ബാക്കിയുള്ള നമ്പേഴ്സ് ഇവിടെ ഫില്ല് ചെയ്യണം. ഓക്കെ, നമ്മൾ ഫില്ല് ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് ഫില്ല് ചെയ്യാലോ. സിമ്പിൾ ആണ് ഫില്ല് ചെയ്യാൻ, നമ്മൾ ഭയങ്കര മിടുക്കന്മാരല്ലേ.
48 ഇവിടെ ഫില്ല് ചെയ്തു, 50 ഇവിടെ വെച്ചു, 51 ഇവിടെ വെച്ചു, 53 വെച്ചു, 54 വെച്ചു. ഇങ്ങനെയാണോ മാജിക് സ്ക്വയർ ഫില്ല് ചെയ്യുക? അല്ല. കാരണം നമുക്കറിയാം മാജിക് സ്ക്വയറിന്റെ പ്രത്യേകത എന്താ, എങ്ങനെ കൂട്ടിയാലും ഒരേ നമ്പർ വരണം. ഓക്കെ, അതാണ് മാജിക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോ ഈ മാജിക് നമ്പർ ഏതാന്നുള്ളത് നമുക്ക് അറിയണം. ഇവിടെ നോക്കുക, ദ ടോട്ടൽ ഓഫ് ഈച്ച് ലൈൻ ഈസ് 150 എന്നവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന മാജിക് നമ്പർ എന്ന് പറഞ്ഞാൽ 150 ആയിരിക്കണം. കറക്റ്റ് അല്ലേ? അപ്പൊ ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും? ഇത് നമുക്കൊന്ന് പെട്ടെന്ന് ചെയ്തു നോക്കാം. സോ ലെറ്റ് മീ ടേക്ക് ദിസ്. ഞാൻ ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട് ABCD&E. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ എന്താ, ബി എന്താ, സി എന്താ, ഡി എന്താ, ഇ എന്താ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യണം, റോ വൈസ് എടുക്കാൻ പോവാണ്. ഈ റോ വൈസ് എടുക്കാം. അപ്പൊ റോ വൈസ് നമുക്ക് എടുക്കുമ്പോ ഓക്കെ, റോ വൈസ് എടുക്കാം. അപ്പൊ ഞാൻ ആദ്യം ആരും എഴുതാണ്, A+B+C എഴുതാണ്. A+B+49 is equal to 150. നമുക്കറിയാം അല്ലെ, മാജിക് നമ്പർ 150 ആണ്. A+B+C equal to A+B+49 is equal to 150. പിന്നെ നമുക്ക് എന്ത് എഴുതാം, 46 + C + D equal to 150. രണ്ടാമത്തെ റോ, ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, തേർഡ് റോ. തേർഡ് റോ എന്താണ്, E+52 + 47 equal to 150. കറക്റ്റ് അല്ലേ? ഇവിടെ നോക്കുക, ഇവിടെ ഈ രണ്ട് നമ്പർ പറയാം, 3 നമ്പർ പറയാം. നമുക്ക് ഇവിടുന്ന് ഈനെ ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? E is equal to E+2 + 99 equal to 150. E എന്ത് കിട്ടും, 150 - 99 എന്താണ്, 10 - 9 എന്ന് പറഞ്ഞാൽ 1 വരും, 4 - 9 എന്ന് പറഞ്ഞാൽ 5 വരും, 51. ഈയുടെ വാല്യൂ നമുക്ക് കിട്ടി 51 കിട്ടി. കിട്ടിയല്ലോ. ഇത് മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ബാക്കി എല്ലാരും കണ്ടുപിടിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റോ വൈസ് കൂടെ എഴുതാം. അതായത് റോ വൈസ് ഇങ്ങനെ നമ്പർ എഴുതി നോക്കാം. അതായത് A+46 + 51 is equal to 150. അപ്പൊ ഇവിടെ നോക്കാം, 2 നമ്പർ തന്നു, 3 നമ്പർ ഉണ്ട്. ഇതിന്റെ നമുക്ക് സിമ്പിൾ ആയിട്ട് A കണ്ടുപിടിച്ചൂടെ? A+6 + 1 7, 4 + 5 9 അല്ലെ? 97 is equal to 150. അപ്പൊ A എത്ര വരും, 150 - 97 and the answer will be 3. 10 - 7 3 വരും. 14 - 9 എത്ര വരും? 14 - 9 53. അപ്പൊ നമുക്ക് A എത്ര കിട്ടി, 53 എന്ന് കിട്ടി. അപ്പൊ Aയുടെ വാല്യൂ നമുക്ക് 53 എന്ന് കിട്ടി. കിട്ടിയല്ലോ. അവിടെ കഴിഞ്ഞിട്ടില്ല, അവിടെ ബാക്കി ആൾക്കാർ എഴുതാനുണ്ട്. അപ്പൊ ഒരു റോ എഴുതി. രണ്ടാമത്തെ റോ എന്ന് പറഞ്ഞാൽ B+C + 52 equal to 150 എന്നൊന്നും ചെയ്യാനില്ല. പിന്നെ ആരാണുള്ളത്, 49 + D + 47 equal to 150. ഇവിടെ നമുക്ക് ആരെ കണ്ടുപിടിക്കാം, ഈസി ആയിട്ട് നമുക്ക് ഡീനെ കണ്ടുപിടിക്കാലോ. D + 15 16 അല്ലെ, 8 + 1 എന്ന് പറഞ്ഞാൽ 96 equal to 150 വരും. ഇവിടുന്ന് D equal to 150 - 96 എത്ര വരും, 454 വരും അല്ലെ? അപ്പൊ നമുക്ക് D വാല്യൂ എത്ര കിട്ടി, 54 എന്ന് കിട്ടി. ഇവിടെ 54 വന്നു. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് ആരൊക്കെ കിട്ടി, A കിട്ടി, E കിട്ടി, D കിട്ടി. ഇനി ആരെയും കൂടെ കിട്ടാനുള്ളൂ, ബിയും സിയും മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിയും സിയും വരുന്ന 2 പേര് എഴുതാലോ. അതായത് ഈ റോ വൈസ് നോക്കുക, ബിയും ദാ ഈ ഫസ്റ്റ് ആൾ എടുക്കുക, A+B+49 A+B+49 എടുക്കുക. A എത്രയാണ് നമുക്കറിയാം അല്ലെ, A എത്രയാണ്, 53 + B+49 equal to 150. ഇത് എത്ര വരും, B+12 6 7 റൈറ്റ്. 4 + 3 എത്രയാണ്, 9 + 3 12 ആണ്. ബാലൻസ് 1 5 + 1 6 6 + 4 എന്ന് പറഞ്ഞാൽ 10. 102 is equal to 150. ഇവിടെ B equal to എത്ര വരും, B equal to 150 - 102 എത്രയാണ്, 10 - 2 8 വരും, 4 വരും അല്ലെ, 48 വരും. അപ്പൊ ബിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, 48 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ 48 47 ആയി, 46 48 49. ഇവിടെ ആരാ ഇല്ലാത്തത്, നമുക്ക് ഇല്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ 50 ആണ്. അയാളെ സെന്ററിൽ എഴുതിയാൽ കഴിഞ്ഞു.
കഴിഞ്ഞു. 50 സെന്ററിൽ എഴുതി. ഇനി അത് ശരിയാണോ നമ്മൾ നോക്കട്ടെ, ചുമ്മാ അങ്ങ് എഴുതിയാൽ മതിയോ? ഇവിടെ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, 46 പ്ലസ് 50 പ്ലസ് 54 ആഡ് ചെയ്യാം. ഓക്കെ, 6 പ്ലസ് 4 10 അല്ലെ, 150. അപ്പൊ നമ്മൾ ചെയ്തത് എല്ലാം ശരിയാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം, മാജിക് സ്ക്വയറിന്റെ ബിഹൈൻഡിലുള്ള സീക്രട്ട് കണ്ടുപിടിക്കുക. കണ്ടോ, ഇതൊന്നും എന്തല്ല, പെട്ടെന്ന് നമ്മൾ ഏതൊക്കെയോ നമ്പർ എഴുതിയപ്പോൾ പെട്ടെന്ന് 150 സം ആയതല്ല. ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മാത്സ് ചെയ്തിട്ടാണ് നമുക്ക് ഇത് കിട്ടിയത്. ഇപ്പൊ എല്ലാവർക്കും ട്രിക്ക് മനസ്സിലായല്ലോ, എങ്ങനെയാണ് മാജിക് സ്ക്വയർ ആയിട്ട് മാറുന്നതെന്ന്. സോ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഈസി. കറക്റ്റ്, ഇത് ഭയങ്കര ഈസി അല്ലേ? അപ്പൊ എല്ലാവർക്കും ചെയ്തു നോക്കാമല്ലോ. അപ്പൊ ഇതേപോലത്തെ മാജിക് സ്ക്വയർ നിങ്ങൾ കണ്ടുപിടിക്കുക, ഇതേപോലെ ചെയ്തു നോക്കുക. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ എവരിവൺ.